ലക്ഷങ്ങളുടെ സമ്പാദ്യം, വില കൂടിയ അത്തറിൻ്റെ മണം, ശീതീകരിച്ച ഇരുനില മാളികകൾ. പ്രവാസി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം ഇതൊക്കെയാകാം. എന്നാൽ ഇത് കഥയുടെ ഒരു വശം മാത്രമാണ്. മറുവശത്ത് ഉപജീവനത്തിനായി പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത് മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് നാട്ടിലേക്ക് തിരികെ എത്താൻ കഴിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. ഇവരാണ് ഞങ്ങൾക്ക് പ്രവാസികൾ. ഇവർ തന്നെയാണ് ഞങ്ങളുടെ വേദനയും. പ്രവാസ ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. മാസ് താബൂക്ക് സനയ്യ യൂണിറ്റ് മെമ്പർമാർക്ക് കേരള ഗവൺമെന്റിന്റെ നോർക്ക റൂട്ട്സിന്റെ പ്രവാസി തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. മാസ് താബൂക്കിന്റെ പ്രസിഡന്റ് മാത്യു തോമസ് നെല്ലുവേലിൽ സനയ്യ യൂണിറ്റ് മെമ്പർ ചന്ദ്രൻ തൂവക്കാടിന് നൽകിക്കൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപകടമരണം, അപകടം മൂലമുണ്ടാവുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതോടൊപ്പം പ്രവാസികൾക്കുള്ള തിരിച്ചറിയൽ കാർഡായി ഇതിനെ ഉപയോഗിക്കാമെന്നും മാത്യു വ്യക്തമാക്കി. യൂണിറ്റ് കൺവീനർ സുരേഷ് നാവായകുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ഫൈസൽ നിലമേൽ, കോർഡിനേറ്റർ റഹീം ഭരതന്നൂർ, യൂണിറ്റ് സെക്രട്ടറി ഷമീർ പെരുമ്പാവൂർ, മാസ് താബൂക്കിന്റെ ജീവകാരുണ്യ വിഭാഗം കൺവീനർ ഉണ്ണി മുണ്ടുപറമ്പ് എന്നിവർ സംസാരിച്ചു. മുസ്തഫ തെക്കൻ സ്വാഗതവും ബിജു നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി റഹ്മയിൽ SM ബെൽഹാരിദിൽ ജോലി ചെയ്തിരുന്ന ചിറയൻകീഴ് സ്വദേശി അനിൽകുമാറിന് കുടൽ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇദ്ദേഹത്തിനുള്ള ചികിത്സാ സഹായം നവോദയ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് കല്ലായി കൈമാറി. പ്രവാസ ലോകവും മാസ് ഷാർജയും ചേർന്ന് ഷാർജയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1 രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മെഡിക്കൽ ക്യാമ്പ്. ആധുനിക സംവിധാനങ്ങളോടെ പ്രാഥമിക രോഗനിർണയവും പ്രതിവിധിയും ക്യാമ്പിലെ പ്രഗത്ഭ ഡോക്ടർമാർ നിർദ്ദേശിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവാസികാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ മഹാത്മാഗാന്ധി സുരക്ഷാ യോജന, തിരുവനന്തപുരം RCCയുടെ ക്യാൻസർ കെയർ ഫോർ ലൈഫ്, കേരള ഗവൺമെന്റിന്റെ നോർക്ക പെൻഷൻ പദ്ധതി എന്നിവയിൽ ക്യാമ്പ് സന്ദർശിക്കുന്നവർക്ക് ചേരാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മാസ് ഷാർജയുടെ സെക്രട്ടറി രാജേഷ് നെട്ടൂർ 009715 5049 1089 എന്ന നമ്പറിലോ പ്രസിഡന്റ് അനിൽ അമ്പാട്ട് 009715 5068 4952 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഹൗസ് ഡ്രൈവർ വിസയിൽ കുവൈത്തിലെത്തി അറബിയുടെ പീഡനങ്ങൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ സൗദിയിലെ സറാറിലെ മരുഭൂമിയിലേക്ക് നാടുകടത്തപ്പെട്ട അനീഷിന്റെ കഥയാണിനി. അൽക്കഫ് ജിയിലെ സാമൂഹിക പ്രവർത്തകനായ അബ്ദുൾ ജലീലാണ് അനീഷിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത്. നാട്ടിൽ നിന്ന് ഹൗസ് ഡ്രൈവർ വിസ വന്നാണ് കുവൈറ്റില്. നാട്ടിൽ 75,000 രൂപയോളം കൊടുത്ത വിസ എടുത്ത് അവിടുന്ന് കുവൈറ്റ് വന്നു. 1 മാസം പണിയെടുത്ത് കഴിഞ്ഞ് ശമ്പളം തരുന്നില്ല. ശമ്പളം ചോദിച്ചപ്പോൾ അടുത്ത മാസം തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് അടുത്ത മാസം ഒരു 8 ദിവസത്തെ കുറവുള്ളപ്പോൾ എന്നെ അവിടുന്ന് കഫ്ജി സൗദി അറേബ്യ കൊണ്ടുവരുന്നത്. സൗദി അറേബ്യ കൊണ്ടുവന്ന് ആടിനെ നോക്കുന്നത് ആദ്യമാക്കി. അവിടുന്ന് എനിക്ക് പണിയെടുക്കാൻ വയ്യാതെ എന്നെ കുവൈറ്റിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഇവന്റെ ഒരു 4 ബന്ധുക്കളെ വിട്ടിട്ട് എന്നെ അവിടുന്ന് വിട്ട് അടുത്ത മരുഭൂമിയിലാക്കി. കുവൈറ്റിലോട്ട് വരുന്ന വഴിക്ക് തന്നെ അവിടുന്ന് ഉള്ളിലൊരു മരുഭൂമിയിലാക്കി. അവിടെ വെച്ച് എനിക്ക് അവിടെ വെച്ച് പണിയെടുക്കാൻ വയ്യാതെ വന്നപ്പോ അവിടെ വെച്ച് ആടിന്റെ അടുത്ത് എനിക്ക് പണിയെടുക്കാൻ വയ്യാതെ വന്നപ്പോ അവിടെ തന്നെ കുവൈറ്റിൽ കൊണ്ടുവന്നില്ല. വെള്ളമൊന്നുമില്ല. 2 ദിവസം എന്നിട്ട് ഒട്ടകത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എനിക്ക് പണിയെടുക്കാൻ വയ്യാതെ എന്നോട് പറഞ്ഞു പിന്നെ കുവൈറ്റിലെ ബാവയെ വിളിക്കുന്നത് ഫോൺ തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലാരും ഇല്ല. ചുമ്മാ ഫോൺ തന്നിട്ട് ഫോൺ തരുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ അടിക്കാനും വേണ്ടിയാ. അവൻ എന്നെ അടിക്കാനും ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ മാറുന്നതനുസരിച്ച് ബാബയെ വിളിക്കുന്നത് കൊണ്ട് ഫോൺ തന്നു കഴിഞ്ഞപ്പോ ഫോൺ മേടിക്കാണ്ട് കഴിഞ്ഞപ്പോ എന്നെ അടിക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവിടുന്ന് ഞാൻ ഓടി മരുഭൂമി വെളിയിൽ വന്നു. റോഡിൽ വന്നിട്ട്
ഒരു ടൈലർ വരുന്നുണ്ട്. അങ്ങനെ ടൈലറിന് കൈ കാണിച്ച് ടൈലർ ഒരു പാകിസ്ഥാനിയായിരുന്നു. പുള്ളിയെ അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അറിയാവുന്ന രീതി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പുള്ളി എന്നെ അവിടെ നിന്ന് വണ്ടിയെ കയറ്റി സൈറാന സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന ഒരു പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത്. അന്നേരം ഉണ്ട് ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത്. ശ്രീകാന്തിനെ എനിക്ക് അന്നേരം ആദ്യം അറിയില്ല. കടയിൽ കയറി പരിചയപ്പെട്ടു. മലയാളിയാണെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് തന്നെ ഇവിടെ പറഞ്ഞു ഇതുപോലെ ഒരാളുണ്ട് ജലീൽക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയെ വിളിച്ച് നോക്കാം. ജലീൽക്ക എല്ലാം റെഡിയാക്കി ഔട്ട് പാസ് എല്ലാം റെഡിയാക്കി എക്സിറ്റ് മേടിച്ചു. അപ്പോൾ നാട്ടിൽ പോകാനുള്ള എല്ലാം റെഡിയായിരിക്കുക. എനിക്ക് എക്സിറ്റ് അടിക്കാനും എന്നെ റൂമിൽ കൊണ്ടുവന്ന് എന്നെ സംരക്ഷിച്ച എല്ലാവർക്കും, എനിക്ക് നാട്ടിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നു. ഇതിന്ന് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ആര് വരുവാണെങ്കിലും കുവൈത്തിലേക്കും സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർ വിസയിൽ വരുന്ന എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. എവിടേക്കാണ് പോകുന്നത്, ഏത് സ്പോൺസറത്തേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായുള്ള അറിവ് ഉണ്ടായതിന് മാത്രമേ സൗദിയിലായാലും കുവൈത്തിലാണ് എവിടെയാണെങ്കിലും ഒരു വരാൻ പാടുള്ളൂ. ഒരു കൂട്ടുകാരൻ തന്ന വിസ അല്ലെങ്കിൽ ബന്ധുക്കാരൻ തന്ന വിസ നമുക്ക് ഉറപ്പാണ് എന്നെല്ലാം പല വാഗ്ദാനങ്ങളും കേട്ടോ നമുക്ക് അത്രയും ഷുവറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ നമ്മളുടെ ആരുടെയും കൺട്രോളിലല്ല. അതുകൊണ്ട് വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. 1997 മുതൽ ദുബായിലെ സദർ തിറാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന വക്കം സ്വദേശി ഫിറോസ് ഖാൻ 2001 നാട്ടിലെത്തി. തിരികെ പോയി 1 വർഷത്തിന് ശേഷം ബോംബെയിലെത്തിയതായി ഉമ്മ നബീസയ്ക്ക് വിവരം ലഭിച്ചു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കണമെന്ന ആഗ്രഹവുമായാണ് താൻ ബോംബെയിലെത്തിയത് എന്നാണ് ഫിറോസ് ഖാൻ ഉമ്മയെ വിളിച്ചറിയിച്ചത്. 11 വർഷമായി ഫിറോസ് ഖാന്റെ യാതൊരു വിവരവും കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഫിറോസ് ഖാനെ തിരക്കിയാണ് ഉമ്മയും സഹോദരനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. പഠിച്ചത് വിലായി, മധ്യപ്രദേശ് വിലായിലാണ് പഠിച്ചത്. അവിടെ എൻ്റെ വാപ്പ വിലായി സ്റ്റീൽ പ്ലാന്റിൽ ജോലിയായിരുന്നു. അപ്പോൾ അവിടെ BSB ഹയർ സെക്കൻഡറിയിൽ +1 വരെ പഠിച്ചു. സ്റ്റീൽ അതോറിറ്റിയുടെ അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് വാപ്പ റിട്ടയറായി നാട്ടിൽ വന്നപ്പോൾ പിന്നെ നാട്ടിൽ വന്ന് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ടൈപ്പൊക്കെ പഠിച്ച് 1997 ഗൾഫിൽ പോയി. ഗൾഫിൽ ഒരുപാട് പേരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അവരുടെ കെയർ ഓഫിൽ അവിടെ ജോലി കിട്ടിയത്. അപ്പോൾ അത് പഠിച്ചോണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ 2004 നാട്ടിൽ വന്ന് 2001 നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞ് തിരികെ പോയി. കല്യാണം കഴിച്ചില്ല. അപ്പോൾ അവിടെ ദുബൈയിൽ വെച്ച് തന്നെ ഓൺലൈൻ വഴി പിന്നെ ഹോളിവുഡിൻ്റെ കഥാരചന ഇവിടുന്ന് പോയതിന് ശേഷം 1 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബന്ധുക്കളായിട്ട് മാമിയുടെ മുത്തമ്മയുടെയും എല്ലാവരും ഒരുപാട് പേരുണ്ട്. അവരാരും എൻ്റെ മുത്തമ്മയുടെയും മക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരാരും അറിയാതെയാണ് തിരിച്ച് ബോംബെയിലേക്ക് വന്നത്. അപ്പോൾ ബോംബെയിലേക്ക് വന്ന സമയത്താണ് പറഞ്ഞത് ഇങ്ങനെ അവിടെ വെച്ച് എന്നെ ഇത് പഠിച്ചു വന്നു. അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ട്, അതാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ മറ്റൊരാരും അറിഞ്ഞില്ലായിരുന്നു. അവരറിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരികെ വരാൻ സമ്മതിക്കില്ലായിരുന്നു. കുറച്ച് ബുദ്ധിയുള്ളൊക്കെ ടൈപ്പുള്ള ഒരാളാണ്. ബോംബെയിൽ വന്ന് സിനിമാക്കാരെയൊക്കെ കണ്ട് കഥയൊക്കെ കാണിച്ച് അഭിനയിക്കാൻ താല്പര്യമില്ല അല്ലേ? കഥ എഴുതാൻ താല്പര്യം. അങ്ങനെ ഹിന്ദിയിലാണ് അല്ലേ? ഹിന്ദി ഇംഗ്ലീഷും അറിയാം. എല്ലാം അറിയാം. എത്ര മക്കളുണ്ട് ഉമ്മാക്ക്? 2, ഒരു മോളും ഒരു മോനും. ആകെയുള്ള മോനാ അത് മൂപ്പരപ്പം സിനിമ പഠിക്കാൻ എഴുതാൻ പോയത്. മോള് +2 പരീക്ഷ ആയതുകൊണ്ട് വന്നില്ല. ഇപ്പൊ പരീക്ഷ നടക്കുന്നതുകൊണ്ട്. ഇയാൾക്ക് എത്ര വയസ്സുണ്ടാവും? ഫിറോസ് ഖാന് 17 വയസ്സ് കഴിഞ്ഞു. ഇവിടെ വന്ന് 2004 വരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ഇത് ചെയ്തില്ല. എത്ര 1-2 അയച്ചിട്ടുള്ളൂ. 2004 ശേഷമാണ് യാതൊരു വിവരവും. ഇപ്പൊ എവിടെയൊന്നും യാതൊരു വിവരമില്ല. താരിഖ് അഹമ്മദ് ഭട്ട് എന്ന് പറയുന്ന കാശ്മീർകാരനാണ്. അയാളും ഞങ്ങളെ വിളിക്കുമായിരുന്നു. അതവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെയാണ് മോൻ താമസിക്കുന്നതെന്നും പിന്നെ അയാളങ്ങ് കാശ്മീരിൽ പോവുകയാണ്, ഇനി ഞങ്ങൾ തിരിച്ച് വരില്ല, അതുകൊണ്ട് മോൻ പോയി വാപ്പയൊക്കെ പോയി കാണണം, അങ്ങ് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല,
എന്ന് പറഞ്ഞ് താരിഖ് അഹമ്മദ് ഭട്ട് പറഞ്ഞ്. അയാൾ കാശ്മീർക്കാരനാണ്. ഫിറോസ് ഖാൻ ബോംബെയിൽ തിരക്കഥാരചനയ്ക്ക് വേണ്ടി ബോളിവുഡ് സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി വലിയ പ്രതീക്ഷകളുമായി ഉയർന്ന ജോലി ഉപേക്ഷിച്ച് വന്ന് എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെ കുടുംബത്തെ അഭിമുഖീകരിക്കുമെന്നുള്ള വ്യഥയിലാണ് വരാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണെന്ന് നിശ്ചയമില്ല. നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലുള്ള ആ മനുഷ്യൻ അവിടെ നിന്ന് പോയിരിക്കുന്നു. ഒരു നിശ്ചയവുമില്ല നിങ്ങളെക്കുറിച്ച്. ഉമ്മയും +2 പഠിപ്പിക്കുന്ന അല്ലേ സഹോദരിയുമാണുള്ളത്. +2 സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ എങ്ങനെയാണ് തിരയേണ്ടതെന്നോ എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മയെ ആശ്വസിപ്പിക്കേണ്ടതെന്നോ എനിക്ക് യാതൊരു വിവരവുമില്ല. ഒരു ബുദ്ധിയും തോന്നുന്നില്ല. നിങ്ങളിൽ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ തിരിച്ചു വരും. നിങ്ങളുടെ ആരെയെങ്കിലും ബോംബെയിലുള്ള മലയാളികൾ ഈ പ്രോഗ്രാം കണ്ട് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വഴിയില്ല. നിങ്ങൾ ഇത്തരം പ്രോഗ്രാം കാണാൻ സാധ്യത കുറവുള്ള ഒരാളാണ് മലയാളം ചാനൽ. അതുകൊണ്ട് ഏതെങ്കിലും മലയാളികൾ ഈ ചാനൽ കണ്ട് നിങ്ങളെ വിവരം അറിയിക്കും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞാൻ ഈ കുടുംബത്തോട് പറഞ്ഞിട്ടുള്ളത് ബോംബെയിലെ പത്രങ്ങളിൽ, പ്രധാനപ്പെട്ട പത്രങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വന്നു പോവുക. നിങ്ങൾ ഉമ്മാനൊന്ന് വിളിക്കുക. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്ന അറിയാം. എവിടെയെങ്കിലും അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അവർ ചെയ്തു സാമ്പത്തികമായി ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ബന്ധപ്പെട്ടാൽ മതി. ജീവിതം ഇനിയും പുഷ്പിക്കാൻ ഒട്ടേറെ കാലങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ നിരാശരാകാതെ നാടും വീടും വിട്ട് ആരോരുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഈ അവസ്ഥ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരിക. 9 വർഷങ്ങൾക്ക് മുൻപാണ് കൊല്ലം സ്വദേശി ലാൽ മുഹമ്മദ് അസ്ലം സൗദി ദമാമിലേക്ക് ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലിക്കായി പോകുന്നത്. 1 വർഷം വരെ വീടുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 വർഷമായി അസ്ലം വീടുമായി ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന 2 മക്കളുള്ള റാഹില ബീവി ഇന്ന് ജീവിക്കാനായി പോരാടുകയാണ്. ഇവരോടൊപ്പം പ്രവാസ ലോകവും കാത്തിരിക്കുന്നു അസ്ലമിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ. അസ്ലം എന്ത് ജോലിക്കാരനാ? ഡ്രൈവറായിരുന്നു. മക്കൾക്ക് എത്ര പ്രായമുണ്ട്? മോക്ക് 18 വയസ്സായി, മോനിക്ക് 13 വയസ്സായി. ഇവിടെ ഡ്രൈവറായിരുന്നു അസ്ലം? ഇല്ല, ഇവിടെ ബിസിനസ്, പാറയുടെ ബിസിനസ് ആയിരുന്നു. അപ്പോൾ അതിൽ നഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് കടമായി. അങ്ങനെയാണ് ഗൾഫിലേക്ക് പോയത്. അവിടെ ഡ്രൈവറായിട്ട് ജോലി ഡ്രൈവറായിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ കുറച്ച് നാൾ 1 വർഷം വരെ അവരെ കൂടെ തന്നെ നിന്ന് കൊണ്ടുപോയായിരുന്നു. പിന്നെ അപ്പോഴൊക്കെ എനിക്ക് പൈസ അയക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പൈസ എല്ലാം ഒരു കൂട്ടി അവിടെ ഒരു വണ്ടി എടുത്തെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. അങ്ങനെ കുറച്ച് നാൾ പിന്നെ പൈസയൊന്നും 5 വർഷം വരെ പൈസയൊന്നും അയച്ചില്ലായിരുന്നു. എന്നിട്ട് CC കൂടെ ഇട്ടാണ് ഒരു വണ്ടി എടുത്തതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ട, നമുക്ക് വീടൊന്നുമില്ല, അതുകൊണ്ട് വീട് വെക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു വണ്ടി എടുത്താൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് വണ്ടി എടുത്തത്. അപ്പോഴങ്ങനെ 1 വർഷം വരെ CC ഉള്ളതുകൊണ്ട് നാട്ടിൽ അയക്കാതെ ആ പൈസ വണ്ടി അവിടെ അടച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ആ വണ്ടി ഒന്ന് തട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വന്നതല്ല, കഫീലിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. സിഗ്നലിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ കഫീൽ ഏറ്റില്ല, ഇവരുടെ മനസ്സിലായി. വണ്ടി കമ്പനി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ജയിലുമായി. അങ്ങനെ ഒരു 10 മാസത്തോളം ജയിലിൽ കടന്നു. അവിടെ നിന്ന് ഈ പ്രവാസിയുടെ ഒരാൾ വക്കം നാസ്മ എന്ന് പറയുന്ന ഒരാളാണ് ഇറക്കിയത്. നാട്ടിൽ പിറ്റേന്ന് കയറ്റിവിടാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് ഇയാളെ കസ്റ്റഡിയിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വിധത്തിൽ നാട്ടോട്ട് വിടുന്നുമില്ല, നമ്മളെ വിളിക്കാനൊരു ബന്ധം കൊടുക്കുന്നതുമില്ല. രഹസ്യമായി എങ്ങനെയെങ്കിലും ഫോൺ കിട്ടുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയും, എനിക്ക് ഒട്ടും സുഖം, തൈറോയിഡിൻ്റെയൊക്കെ അസുഖമുണ്ട്, ഷുഗറും കൂടുതലാണ്. അവൻ ഈ പ്രവാസിയുടെ ആളാന്ന് പറയുന്നു. എന്തിനാന്ന് ഇപ്പം ഇന്നാൾ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ അയാൾക്ക് 5 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ടു. കമ്പനിയിൽ അടയ്ക്കാനാണെന്ന് പറഞ്ഞു. കമ്പനിയിൽ വണ്ടിയുടെ കടമുണ്ടോ, അത് കമ്പനിയിൽ പൈസ അടച്ചേ നാട്ടിൽ വിടാൻ പറ്റത്തുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അരി മേടിച്ച് പോലും കഞ്ഞി വെച്ച് കുടിക്കാൻ മേത്ത ഞാൻ എങ്ങനെയാണ് തരുന്നത്, ഒരു പശുവിൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നതാണ്, 2 മക്കളെ പഠിപ്പിക്കണം, ഞാനൊരു അസുഖമുള്ള ഒരാളാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോഴും ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു അനിയത്തിയുടെ ഭർത്താവുമായിട്ട് ഞങ്ങളിവിടെ സെക്രട്ടേറിയറ്റിൽ വന്ന് പ്രവാസി മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസമായി. എന്നിട്ട് അതിൻ്റെ ഇതൊന്നും ഇതുവരെയ്ക്കും ഒരു ഇതും വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ അറിഞ്ഞ ഇതിലേക്ക് വന്നത്. വിളിച്ചിരുന്നു. പലരും പഞ്ചായത്തിൽ നിന്നും
പ്രസിഡന്റിനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു. അപ്പോൾ വിളിപ്പിച്ചപ്പോഴും അയാൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, 5 ലക്ഷം രൂപ അടച്ചാൽ നാളെ തന്നെ കയറ്റി വിടാൻ, കമ്പനിയുമായിട്ട് പൈസ അടയ്ക്കാതെ കമ്പനി കേസ് കിടക്കുകയാണ്, അയാളെ നാട്ടിൽ വിടാൻ പറ്റത്തില്ല എന്നുണ്ട്. പുറത്ത് ജോലിക്ക് പോകാനും സമ്മതിക്കത്തില്ല, അക്കാമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു പശുവിനെ വളർത്തിയാണ് എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുകയും മരുന്ന് വാങ്ങിക്കുകയും എല്ലാം ചെയ്യുന്നത്. എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. വീടില്ലായിരുന്നു, ഒരു ചെറ്റക്കൂടില്ല കിടന്നേ. അപ്പോൾ പഞ്ചായത്തിൽ നിന്നാണ് ഒരു വീട് തന്നാൽ വെച്ച് പൂർത്തിയായിട്ടുമില്ല. 2 റൂം അടച്ചിങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ദമ്മാമിലെ പ്രവാസലോകം പ്രവർത്തകരോടുള്ള അഭ്യർത്ഥനയാണ് ഇതിൽ. അസ്ലം നിസ്സഹായനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് കടം മൂത്തത് കൊണ്ടാണ് ഗൾഫിൽ പോയി ഡ്രൈവർ ജോലി ചെയ്ത് ചെറിയ വണ്ടി വാങ്ങി ഇത്തരത്തിൽ ഇവർ പറഞ്ഞതുപോലെ ഒരു ദുരിതത്തിലേക്ക് നടന്ന് നീങ്ങുന്നത്. ഇപ്പോൾ കുടുംബത്തിന് യാതൊരു രക്ഷയുമില്ലാത്ത ഒരു രീതിയിലാണ്. ഒരു പശുവിനെ നോക്കിയിട്ട് എങ്ങനെയാണ് 2 കുട്ടികളെ പഠിപ്പിക്കുക, എങ്ങനെ ചെയ്യുക? സാർ നമുക്ക് തന്നെ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ തന്നെ ദിവസം 50 രൂപ വേണം. പുനലൂരാണ് പോണത്, എസ് എൻ കോളേജിലാണ് പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് തള്ളിയിട്ട ഒരു കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ട ചുമതല നമുക്കില്ലേ? വക്കൻ നാസറിനെ എനിക്കറിയില്ല, ഒരു പറയുന്നവരാണ് ആരാണെന്ന് അറിയില്ല. അദ്ദേഹം ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് നല്ല കാര്യം തന്നെ, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ മനുഷ്യനെ അവിടെ വെച്ചിരുന്നിട്ട് എന്താ കാര്യം? അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് നാട്ടിലേക്ക് വരാനും പറ്റില്ല. ഒരു ബന്ദി പോലെ, ഇവർ പറയുന്നത് കേട്ടാൽ ഒരു ബന്ദി പോലെ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര കണ്ട അതിൽ സത്യം ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചറിയേണ്ടതാണ്, ഏത് നിലയിലാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇവരുടെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വക്കം നാസർ എന്ന് പറയുന്ന ഒരാൾ നന്മ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. ഈ കുടുംബം വളരെ കഷ്ടപ്പാടിലാണ്. അദ്ദേഹത്തെ അവിടെ വെച്ചിരുന്നുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവുക? അപ്പോൾ പ്രവാസലോകം പ്രവർത്തകരും നാസറും കൂടി ആലോചിച്ച് ഒരു ഉചിതമായ തീരുമാനമെടുത്ത് അസ്ലത്തിനെ എന്തെങ്കിലും ചെയ്ത് നാട്ടിലേക്ക് അയക്കാനാണ് ഞാൻ പറയുന്നത്. ഞാനതിലൊരു കുറ്റപ്പെടുത്തേണ്ട രീതിയിലല്ല സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ച് ഇയാൾ നാട്ടിൽ വന്ന് ചെറിയ അസുഖമുണ്ട്, ഇയാൾ എന്തെങ്കിലും ഒരു തരത്തിൽ കാര്യങ്ങൾ, അവിടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ട് കൊടുക്കുന്ന ആളുകളാണ്. പ്രവാസലോകം പ്രവർത്തകർ അസ്ലമിനെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു പരിശ്രമം ചെയ്യണം എന്നുള്ളതാണ് ഈ സഹോദരിയോടുള്ള അവരുടെ സങ്കടം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. ആ സങ്കടത്തിന് എങ്ങനെയാണ് നമ്മളൊരു പരിഹാരം എന്നുള്ളത് എൻ്റെ മുന്നിലില്ല. ഈ പാവപ്പെട്ട സഹോദരി ഒരു പശുവിൻ്റെ പാല് വിറ്റ് മക്കളെ പഠിപ്പിക്കുന്ന വളരെ ദുരന്തപൂർവമായിട്ടൊരു ചിത്രമാണ് നമ്മളെ മുന്നിൽ. വീട് പോലും ഇല്ല അവർക്ക്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇതിൽ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇനി എന്തെങ്കിലും പറയണ്ട? മക്കളെ 2 എത്ര പ്രായമായി? മോക്ക് 18 വയസ്സായി, മോനിക്ക് 13 വയസ്സ് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നാട്ടിൽ വരിക, ഞങ്ങൾക്കൊന്നും തരണ്ട, എന്നാലും നാട്ടിലെത്തിക്കുക. ഓക്കെ, സമാധാനം. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. ഭർത്താവിന്റെ വിരഹത്തിലും 2 മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഒരുക്കാൻ ഒരു പശുവിന്റെ പാൽ വിറ്റ് അധ്വാനിക്കുന്ന റാഹില ഞങ്ങൾക്ക് ഒരു അത്ഭുതമാണ്. അസ്ലമിന്റെ മോചനത്തിന് തടസ്സം നിൽക്കുന്നവരാരാണെങ്കിലും ഈ കുടുംബത്തിന്റെ വേദന കണ്ടറിഞ്ഞ് പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ പ്രവാസലോകം അവസാനിക്കുന്നത്. പ്രവാസലോകത്തിന്റെ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.